ഹായ് ഗായ്സ്, ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഗോപ്രോ 12ൻ്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഫുട്ടേജസും. ഓക്കെ, ഇതിനകത്തൊരു ഹെഡ് ബാൻഡ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് യൂസ്ഫുൾ അല്ല, കാരണം ഞാൻ ബൈക്കിൽ മൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ ട്രാവലിങ്ങിനൊക്കെ പോകുന്നവർക്ക്, മൗണ്ടൻസ് ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഹെഡ് മൗണ്ട്. പിന്നെ വരുന്നത് ഇതിനൊരു സ്റ്റിക്ക് വരുന്നുണ്ട്. സ്റ്റിക്ക് പ്ലസ് ഇതിൻ്റെ മൗണ്ട് ഇതാണ്. ഈ മൗണ്ടിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഫിക്സ് ഇറ്റ്, ദെൻ ബാക്ക്. ഓക്കെ, ഇറ്റ്സ് ലോക്ക്ഡ് കംപ്ലീറ്റ്ലി, സോ യു ക്യാൻ മൗണ്ട് ദ ക്യാമറ ഹിയർ. റിലീസ് ചെയ്യണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യുന്നു. ജസ്റ്റ് പ്രസ് ഇറ്റ്, റിലീസ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിനൊരു എക്സ്ട്രാ ബാറ്ററി വരുന്നുണ്ട്, ഗോപ്രോൻ്റെ തന്നെ. ഓക്കെ, ആർ നോട്ട് യൂസ്ഡ് ഇറ്റ്. 2 മൗണ്ട് സ്ക്രൂസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ക്യാമറ ആൻഡ് ഓൾസോ 1 ചാർജിങ് കേബിൾ. ഇത്രയാണ് ഇതിൽ വരുന്നത്. ക്യാമറേൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ മൗണ്ടിങ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ ലോങ് പ്രസ് ചെയ്താൽ പവർ ഓണായി. പിന്നെയുള്ള സെറ്റിങ്സൊക്കെ ഈസിയാണ് ആക്ച്വലി. ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഏത് സെറ്റിങ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. 5.3K മുതൽ 2K 4K എല്ലാം ഉണ്ട്. അപ്പോൾ മാക്സിമം വരുന്നത് 5.3K ആണ്. ഡിഫറെൻറ്റ് വിഡ്ത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. മൊബൈൽ വിഡ്ത്ത് അത്യാവശ്യം യൂട്യൂബേഴ്സിനും ഇൻസ്റ്റഗ്രാമിനും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. അതേപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മോഡിലേക്ക് മാറും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ടൈം സ്ലാബ് വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി ഈ സൈഡിലാണ് വരുന്നത്. ഹിയർ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കി വരും. ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് വിടാം. ചാർജിങ് സോക്കറ്റ് ഇതാണ്. അതിന് ബാറ്ററി ജസ്റ്റ് പുള്ള് ചെയ്താൽ ബാറ്ററി വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്. ഓക്കെ, ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം ഈസിയാണ്. നമുക്ക് ഒരു 1 hour ജസ്റ്റ് നോക്കിയാൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ക്യാമറേൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. പവറിങ് ഓഫ്. ഈ ഫുട്ടേജസ് എടുത്തത് മോർണിംഗ് 6:30 അപ്പോൾ തന്നെ ലൈറ്റിൻ്റെ രീതി അറിയാലോ, വളരെ കുറവായിരിക്കും ലൈറ്റ്. എന്നിട്ടും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഫുട്ടേജസ് കിട്ടിയിട്ടുണ്ട്. ഇത് 5K വിത്ത് 30 FPS ആണ്, ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ 5K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ ഞാൻ 4Kയിലുള്ള വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം സമയം 7 മണിയായി. കുറച്ചുകൂടി ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് 4K വീഡിയോസാണ്. 4K വീഡിയോ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം കുഴപ്പമില്ല. 5Kൻ്റെ അത്ര വരില്ലെങ്കിലും കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി വരുന്നത് 5K തന്നെയാണ്. 4K അത്യാവശ്യം റീൽസിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഈ ഫുട്ടേജ് ചെയ്തിരിക്കുന്നത് 2K റെസൊല്യൂഷനിലാണ്. ഈ 2K റെസൊല്യൂഷനാണല്ലോ ഏറ്റവും ബെസ്റ്റ് നമുക്ക് സ്ലോ മോഷൻ വീഡിയോസ് എല്ലാം എടുക്കണമെങ്കിൽ.